ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധാരികൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ തിരുനാളിലെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും. നമുക്കറിയാം, മാർപ്പാപ്പയുടെ വിയോഗത്തിൽ നമ്മൾ ദുഃഖിതരായതുകൊണ്ട് മറ്റേ ആഘോഷങ്ങളോ ഫീസ്റ്റുകളോ ഒന്നും ഇല്ല. എങ്കിൽ പോലും ദൈവകൃപയിൽ നിങ്ങളെ പ്രത്യേകം ഓർക്കാണ് കേട്ടോ. PDMലാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശുദ്ധ കുർബാന അർപ്പണം അതിന് പ്രധാനപ്പെട്ട ലിറ്റർജിക്കൽ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PDM സ്ഥാപിതമായിട്ട് 7 വർഷം പൂർത്തിയാകുകയാണ്. അതേപോലെ തന്നെ വ്രതാവീകരണമൊക്കെ ആയിരുന്നു. ബഹുമാനപ്പെട്ട ജീജോ ചാലക്കലച്ചൻ പാലക്കാട് രൂപതയുടെ വികാരി ജനറാളച്ചൻ വന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മറ്റ് ആഘോഷങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും പ്രാർത്ഥനയിലും ഒക്കെ ചെലവഴിക്കുകയാണ് കേട്ടോ. എനിവേ, PDMന്റെ എല്ലാ ഉപകാരികളെയും അതേപോലെ തന്നെ PDMനെ സഹായിക്കുന്നവര്, പ്രാർത്ഥിക്കുന്നവര് എല്ലാവരെയും പ്രത്യേകം കുർബാനയിൽ ഓർത്ത് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം കർത്താവിന്റെ ദിവസമാണ്. പിന്നെ കുർബാന സ്ഥാപിക്കേണ്ട ദിവസമൊക്കെയാണ്. പറഞ്ഞു വരുന്നൊരു ഉദ്ദേശം മനസ്സിലായല്ലോ. നമുക്കൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ. വിഷയം റെക്കോർഡിങ്ങിനൊക്കെയാണ്. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നന്മറും ചൊല്ലി കാഴ്ചവെക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഈശോ പറഞ്ഞെങ്കിൽ പിന്നെ ഭൂരിപക്ഷം നോക്കണ്ട. അപ്പോസ്തലർ പറഞ്ഞ 27-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27:12. അവിടെ ദൈവവചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ആ തുറമുഖം ശൈത്യകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലാത്തതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമെങ്കിൽ ഫീനിക്സിലെത്തി അവിടെ ശൈത്യകാലം കഴിക്കണമെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, പൗലോസിലേക്ക് പരിശുദ്ധാത്മ പ്രചോദിതമായിട്ട് യാത്ര അപകടകരമാണെന്ന് പറയുന്നു. പക്ഷേ കപ്പലുടമയും കപ്പിത്താനെയും ഒക്കെയാണ് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. എന്നിട്ട് എല്ലാവരും കൂടെ മിക്കവരും ഒരൊറ്റ കൺക്ലൂഷൻ, ഒറ്റ അഭിപ്രായത്തിൽ എത്തിച്ചേരാം. ലെറ്റ് us move from here. ഇവിടുന്ന് പുറപ്പെടാം, ഫീനിക്സിൽ പറ്റുവാണെങ്കിൽ എത്താം, എന്നിട്ട് അവിടെ അങ്ങ് ശൈത്യകാലം ചെലവഴിക്കാം. എല്ലാവരും അഭിപ്രായം അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ദൈവഹിതം, ദൈവസ്വരം എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിലാവും. 2, ദൈവവചനത്തിലൂടെ മനസ്സിലാവും. 3, സഭയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4, നമ്മുടെ അധികാരികൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു മാർഗമായിട്ട് പറയുന്നത് പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ജനത്തിന്റെ ഒരു സ്വരം എന്ന രീതിയാണ്. പക്ഷെ അവിടെ ഡിസൈൻമെന്റ്, എല്ലാത്തിനും ഡിസൈൻമെന്റ് വേണം, എല്ലാത്തിനും. എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ശരിക്കും പൊതുജനം മുഴുവൻ ഒറ്റ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ ദൈവഹിതം നേരെ തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു തലമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി മറ്റെല്ലാ തലങ്ങളിലും ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടുക. പക്ഷെ ഇതിനകത്തൂടെ വരാം, തീർച്ചയായിട്ടും വരാം. പക്ഷെ ഇപ്പൊ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് നമുക്കറിയാം, പെങ്കൊച്ചിന് അല്ലെ, അവര് ഈ ജനം മുഴുവൻ എന്നെ മണ്ഡത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവള് പോയിട്ട് മണ്ണ് മാന്തിയിട്ട് ഇവിടെ ഉറവ് വരുന്നത്, പച്ചില കഴിക്കുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ നോക്കിയേ, അതായത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കും, ഈശോ പറഞ്ഞതാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സ്വരമാണെന്ന് ബാക്കി എല്ലാ കാര്യത്തിലും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തിയതാണെങ്കിൽ, ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലെ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാം, സഭയുടെ അറിയാം. അപ്പൊ അങ്ങനത്തെ വരുന്നൊരു സാഹചര്യമാണെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊന്നും നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഗുസ്തി പിടിക്കാൻ പോകണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ പിന്നെ അതെല്ലാം ഒരു പ്രാർത്ഥനയോടെ പോയി കഴിഞ്ഞാൽ ദൈവം തന്നെ അതങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ മിക്കവരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. പൗലോസ്ലീഹായുടെ അഭിപ്രായത്തിന് ഇതുണ്ടായില്ല. പക്ഷെ അതിലൂടെ എല്ലാവരും കടന്നുപോയി അവസാനം എന്താ വിജയിക്കുന്നുള്ളൂ, ഈ ദൈവഹിതമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില കാര്യത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഈ പൊതുജനം അല്ലെങ്കിൽ ആൾക്കാർ, കുടുംബക്കാരെല്ലാവരും കേൾക്കാതെ പോകും. നമ്മൾ അപ്സെറ്റ് ആകണ്ട. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവസാനം നമ്മുടെ ദൈവഹിതമാണെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ക്ലിയറാ. ഒരു ടൈം കൊടുക്കുക എന്നുള്ളത് അതിനകത്ത്. സഭ എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ മാതാവ് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠപ്പെട്ടെന്ന് പറഞ്ഞാൽ സഭ ഓടിച്ചാടി പോവുകയല്ല. ഗിവ്സ് എ ടൈം. ഒരു ടൈം കഴിയുമ്പോൾ അപസ്വര പ്രവർത്തനങ്ങളുണ്ടല്ലോ, ദൈവത്തിൽ നിന്നുള്ളത് നിലനിൽക്കല്ലാത്ത പോകും. അപ്പൊ ഗീവ് എ ടൈം. അതിനുള്ളിൽ നമ്മൾ അസ്വസ്ഥമാക്കാതെ, ബഹളം വെക്കാതെ, പ്രശ്നം വെക്കാതെ ഇരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? ഇത് ജനറലായിട്ട് പറയുന്ന ഒരു വചനഭാഗമാണിത്. ഓരോ ഫീൽഡും വരുമ്പം അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കണം. ഓക്കെ, താങ്ക് യു കേട്ടോ. വിശുദ്ധ ഗീവർഗീസ് കഥയുടെ പ്രത്യേക മാധ്യസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ. ഇവിടെ സഭയിലെ ഒരു മഹാവിശുദ്ധനാണല്ലോ. അതായത് ഈസ്റ്റേൺ സഭയുടെ പാരമ്പര്യത്തിലും എല്ലാ ക്രമത്തിലും ഇല്ല. പിന്നെ
റോമൻ കാത്തലിക് ഇടയിൽ, ഓർത്തഡോക്സ് പല സഭകളിലൊക്കെ എല്ലാം അനേക രാജ്യങ്ങളുടെ പതാക പോലും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ മധ്യസ്ഥമരങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഗിവസഹായത പള്ളികളെല്ലാം തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളുമാണല്ലോ. അപ്പൊ അതിന് പ്രത്യേകം നമുക്കൊരു മധ്യസ്ഥ സഹായമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിരിക്കണം, കൂടെയുണ്ട് കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്നായി സ്തുതിക്കാവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുക, സ്തുതിക്കുക, അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധ ഗീവറി സഹദായുടെ പ്രത്യേകമായ മധ്യസ്ഥം ചോദിച്ചുകൊണ്ട് ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കർത്താവായ ദൈവം എല്ലാ പൈശാചികത്തിനും അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളെ ബാധകളെയും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും ദുർദശങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായിക്കുന്നു. കർത്താവ് ദുഷ്ടാര്യങ്ങളുടെ ഉപദ്രവങ്ങൾ, കർത്താവ് ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ, മറ്റു തരത്തിലുള്ള പാമ്പ്, അങ്ങനത്തെ ചില ആക്രമണങ്ങൾ, ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ കർത്താവ് വിശ്വാസത്തിനെതിരെ വരുന്ന എല്ലാ മേഖലകളിലും ഗിവറി സഹോദര ആത്മീയ കൂട്ടായ്മയിൽ ബന്ധിക്കുന്നു. കർത്താവായ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ, രക്തസാക്ഷിത്വം വഹിക്കാൻ ധീരത അഭിഷേകം ഞങ്ങളുടെ മേലെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ ഉദ്യമങ്ങൾ, ഇവരുടെ നിയോഗങ്ങൾ, ഇവരുടെ യാത്രകൾ, ഇവരുടെ പ്രാർത്ഥനകൾ എല്ലാത്തിനെയും സമസ്ത മേഖലകളെയും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യാൻ കർത്താവ് ഗീവർഗീസ്, ജോർജിയ എന്നൊക്കെ പേരുള്ള ഓരോരുത്തരെയും പ്രത്യേക ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.